ഒരു വീട്ടിലെ 3 മലയാളി പെൺകുട്ടികൾ UAE ദേശീയ ടീമിൽ ഇടം നേടിയിരിക്കുകയാണ്. ഹായ്, ഞാൻ ഋത്തിക രജിത്ത്. ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഞാൻ റൈറ്റ് ആം മീഡിയം ആൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. ഹായ്, ഞാൻ ഋഷിത രജിത്ത്. ഞാൻ ബോളിംഗ് ഓൾറൗണ്ടർ, റൈറ്റ് ആം ഫാസ്റ്റ് ബോളർ, റൈറ്റ് ആം ബാറ്റ്സ്മാൻ. ഹായ്, ഞാൻ ഋത രജിത്ത്. ഞാൻ റൈറ്റ് ഹാൻഡ് ബാറ്ററാണ്. UAE വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി RRR ആണ് നമ്മോടൊപ്പം ഉള്ളത്. വളരെ അപൂർവമായാണ് ഒരു കുടുംബത്തിലെ 3 പേർ ഒരു ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. എങ്ങനെയാണ് ഋതിക ഇത് ഒത്തുവന്നത്? ഇത് ഇപ്പോൾ നമ്മൾ 3 പേരും ഇൻറ്റു സ്പോർട്സ് ആയിരുന്നു നേരത്തെ തന്നെ. അതിപ്പോൾ സ്കൂളിലായാലും പിന്നെ നമ്മൾ പണ്ട് ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ക്രിക്കറ്റിലേക്ക് തന്നെ വന്നത്. പിന്നെ അച്ഛൻ ക്രിക്കറ്റ് കളിക്കൊണ്ട് നമുക്കത് ഇനിയും ഈസിയായി. അച്ഛനായിരുന്നു നമ്മൾ കോച്ച്. ഈ 19-ന് ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിന് പോവുകയാണ്. അവിടെ UAE പ്രതിനിധീകരിച്ച് കളിക്കും. അവിടെ എതിരാളിയായിട്ട് ഇന്ത്യ ഉണ്ടാവില്ലേ? ഉണ്ട്. നമ്മൾ 21-ന് ഇന്ത്യയുടെ അഗേൻസ്റ്റ് കളിക്കണം. അപ്പോൾ നല്ല എക്സൈറ്റിംഗ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒക്കെ അഗേൻസ്റ്റ് ആണ് കളിക്കേണ്ടത്. ഋഷിക, മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ടൂർണമെൻറ്റ് ഇതേപോലെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അണ്ടർ-19, ഞാനും റിനി അണ്ടർ-19 T20 വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിൽ കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പ് നമുക്ക് മലേഷ്യയിൽ ACC പ്രീമിയർ കപ്പ് ഉണ്ടായിരുന്നു. അതും ഞാനും റിനിയാണ് പോയത്. പിന്നെ അങ്ങനത്തെ കുറേ ടൂർസ് ഉണ്ട് ഞങ്ങൾ പോയ ടൂർസ്. ആദ്യം ആരെയാണ് ഇപ്പോൾ ഏഷ്യ കപ്പിൽ നേരിടാൻ പോണ 2020? ആദ്യം ഞങ്ങൾ നേപ്പാളിലാണ്. ഓൺ 19th July we are going to face നേപ്പാൾ. പിന്നെ സ്പോർട്സ് ഇൻ ജനറൽ അച്ഛൻ നിർബന്ധമായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. അവരൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ്റെ ഒരുമിച്ച് തന്നെ ഇതും ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി പോലെ കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. 2021 തുടങ്ങിയത് ക്രിക്കറ്റ്. കാരണം എനിക്ക് എൻ്റെ ഒരു ബേസിക് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളത് കൊണ്ട് ഒരു വിശ്വാസത്തിൽ അങ്ങനെ തുടങ്ങിയതാണ്. കൂടുതലായിട്ടും ഞാൻ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത് എല്ലാം. ഒരു പാരൻ്റ് ആകുമ്പോൾ എനിക്ക് മെൻറ്ററിങ് കുറേ കൂടി ഈസി ആയിരിക്കും. നമുക്ക് 3 പേരും ഒരു ടീമിൽ ഉണ്ടാവുന്നതായിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ അതിപ്പോൾ ഫുൾഫില്ലായി. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് WPL കളിക്കണം. പിന്നെ ചാൻസ് കിട്ടിയാൽ ഇന്ത്യക്കും കളിക്കണം എന്നുണ്ട്. ഏപ്രിൽ ലാസ്റ്റ് മന്ത് നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ശ്രീലങ്കനെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്തു. നമ്മൾ 15 റൺസിലാണ് തോറ്റേ. അപ്പോൾ അതിന് നമുക്ക് ടീമായിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഈ ടൂർണമെൻറ്റ് നല്ലോണം ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു, നാഷണൽ ക്യാമ്പ്. അപ്പോൾ ഫിറ്റ്നസ്, ഫീൽഡിങ്, ബോളിംഗ്, ബാറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. UAEയിലേക്കുള്ള ടീം സെലക്ഷൻ എത്രമാത്രം ടഫായിരുന്നു? ടഫ് എന്ന് പറഞ്ഞാൽ ഏത് സ്പോർട്ടിനുള്ള സെലക്ഷൻ പോലെ തന്നെയായിരുന്നു ഇതും. ഐ മീൻ അത്ര ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റ് വേണം. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ പഠിത്തവും അല്ലെങ്കിൽ ജോലി, പിന്നെ അതല്ലാണ്ട് അച്ഛനമ്മയുടെയും സാക്രിഫൈസ്, ടൈം ആൻഡ് എഫേർട്ട്, ഓവറോൾ ടഫ് തന്നെയായിരുന്നു. പിന്നെ കമ്പയർ ടു ഇന്ത്യ ഐ മീൻ ദ നമ്പർ ഓഫ് കിഡ്സ് അല്ലെങ്കിൽ എക്സ്പോഷർ കുറവാണ് UAEക്ക്. എന്താണ് പഠിക്കുന്നത് ഇപ്പോൾ? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാണ്. ഞാൻ ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ HR ഓപ്പറേഷൻസിലാണ്. ഞാനിപ്പോൾ 12th കഴിഞ്ഞു. ഞാൻ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്. മോള്? ഞാൻ 11th ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂൾ ഷാജയിൽ. 3 പേരും കോൺഫിഡൻസ് ആണ്. കാരണം ഈ സ്പോർട്സ് ഉള്ളതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെയിലിയർ ഫേസ് ചെയ്യാം. ചെറുപ്പത്തിൽ തന്നെ തോറ്റിട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത്, അമ്പയർ, റഫറി, പാരൻറ്റ് എല്ലാം കൂടി ഇരുന്ന് ഇവരെ സിംഗിളി ഒരാളായിട്ട് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസും എല്ലാം ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയൊക്കെ ലൈഫിൻ്റെ എല്ലാം ബേസിക് റിക്വയർമെൻറ്റ് അന്ന് മുതലേ പഠിച്ചു വരികയാണ് കുട്ടികൾ. ഈ 2020 വനിതാ ക്രിക്കറ്റിൽ നിങ്ങളുടെ മോഡൽ ആരാണ്? മോഡൽ എനിക്കൊരു ഇൻ ജനറൽ ഒരു ഫീമെയിൽ ക്രിക്കറ്റ് എനിക്ക് ഷബ്നം ഇസ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. ഷീസ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് ഷീസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ബോളേഴ്സ്. ആ ഒരു അഗ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ഫീമെയിൽ അത്ലീറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്രാവശ്യം ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടൊരു IPL പോലെ തന്നെ, ബട്ട് ഇറ്റ്സ് ഓസ്ട്രേലിയൻ അസോസിയേഷൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ അവരിനൊരു ലീഗ് ഉണ്ടായിരുന്നു. സോ വി വർ ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ്. നമ്മൾ നെറ്റ് ബോളേഴ്സ് ആയിരുന്നു ആ ടീമിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഐ മീൻ ഷബ്നം ഇസ്മായിൽ ആണ് നമ്മൾ ഐഡിയൽ എന്ന് പറയാം.
നമ്മുടെ ടീമിൽ എല്ലാവരും ഇന്ത്യൻസ് ഒരാളൊഴികെ അവൾ ശ്രീലങ്കയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 14 of us ഇന്ത്യൻസ്, ഒരാൾ ശ്രീലങ്കനാണ് നമ്മുടെ ടീമിൽ. അവരിൽ മലയാളികൾ നിങ്ങൾ 3 മാത്രമാണോ? ആ, പിന്നെ ബാക്കി എല്ലാവരും നോർത്തിൽ നിന്നും തമിഴ്നാടും നിന്നൊക്കെ ഉണ്ട്. വയനാട് ജില്ലാ മുൻ ക്രിക്കറ്റ് ടീം അംഗമായിരുന്ന രജിത്തിൻ്റെയും പട്ടാമ്പി സ്വദേശിനി രഞ്ജിനിയുടെയും മക്കളാണ് ഇവർ. അച്ഛൻ തന്നെയാണ് ഇവരുടെ ആദ്യ പരിശീലകനും. നേരത്തെ ബാഡ്മിൻ്റൺ രംഗത്തായിരുന്ന ഈ കുട്ടികൾ കോവിഡ് കാലത്താണ് ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സ്ട്രെങ്ത് അമ്മ തന്നെയാണ് സ്ട്രെങ്ത്. എൻ്റെ സ്ട്രെങ്ത് പറഞ്ഞാൽ ഇവരെ കോൺഫിഡൻസ്, പിന്നെ ഡിസിപ്ലിൻഡ് ആണ് ടു പ്ലേ യുവർ ബെസ്റ്റ്. എന്ത് റിസൾട്ട് ആയാലും കുഴപ്പമില്ല. ഇഫ് യു ആർ ഏബിൾ ടു പെർഫോം, യു ഹാവ് ടു പെർഫോം. ബട്ട് ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പെർഫോം, ഡു യുവർ ബെസ്റ്റ്, ട്രൈ യുവർ ബെസ്റ്റ്. ഈ 3 ആൾക്കാർ ഒരു ടീമിൽ വേണം എന്ന് തന്നെയായിരുന്നു എയിം. അതിപ്പോൾ സോ ക്ലോസ് ഇനഫ് നമ്മൾ ഉണ്ട്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഏഷ്യ കപ്പിൽ 3 പേർക്ക് അഥവാ ഓപ്പർച്യൂണിറ്റി കിട്ടി അന്നേ പെർഫോം ചെയ്യണം എന്നാണ്. അതാണിപ്പോൾ ഒരു ഷോർട്ട് ടേം ഗോൾ പോലെ. പിന്നെ WPL, യെസ്, ഞങ്ങൾ എല്ലാവരും സെയിം WPL. പിന്നെ ഞങ്ങൾ 3 പേരും ടീമിലുണ്ടായിട്ട് വേൾഡ് കപ്പ് ജയിക്കാനുള്ള ഏത് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ UAE റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ വേൾഡ് കപ്പ് ജയിക്കണം.